പ്രപ്പോസിഷണൽ കാൽക്കുലസ്. പ്രപ്പോസിഷണൽ കാൽക്കുലസ് എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് സെന്റൻഷ്യൽ ലോജിക്കിനെ കുറിച്ചാണ്. ആദ്യം പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ പ്രപ്പോസിഷൻ എന്താണെന്നാണ്. പ്രപ്പോസിഷനെ തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എന്നുകൂടെ വിളിക്കാം. അതായത് ഒരു സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ആകുന്നത് എപ്പോഴാണ്? അതൊന്നെങ്കിൽ ട്രൂ ആയിരിക്കണം, ഫോൾസ് ആയിരിക്കണം. പക്ഷെ ഒരിക്കലും ട്രൂ ഓർ ഫോൾസ് അറ്റ് ദ സെയിം ടൈം ഹാപ്പൻ ചെയ്യാൻ പാടില്ല. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇവിടെ ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്, ഇവിടെ കുറച്ച് സെന്റൻസുകൾ തന്നിട്ടുണ്ട്. അത് സ്റ്റേറ്റ്മെന്റ് ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യത്തെ സെന്റൻസ് എന്താണ്? ഇൻ 2003 the president of India was a woman. 2003 ഇന്ത്യയുടെ പ്രസിഡന്റ് ഒരു സ്ത്രീ ആയിരുന്നു എന്നാണ് ആദ്യത്തെ സെന്റൻസ് പറയുന്നത്. ഇതിന് ഉത്തരം എന്തായിരിക്കും? ഇത് ശരിയാണോ തെറ്റാണോ? എന്തുവാകാം അല്ലെ? ഒന്നെങ്കിൽ ഇത് ശരിയാകാം, അല്ലെങ്കിൽ ഇത് തെറ്റാകാം. ഇതിനൊരു ഉത്തരവേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇത് ശരിയായിരിക്കും, അല്ലെങ്കിൽ തെറ്റായിരിക്കും. അപ്പൊ 2003 എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ആയിരുന്നു. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ 2003 the president of India was a woman എന്ന് പറയുന്ന സെന്റൻസ് തെറ്റാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഈ സെന്റൻസ് തെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് പറയാൻ സാധിക്കും. രണ്ടാമത്തെ സെന്റൻസ് നോക്കുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമാകും. വുമൺ ആർ മോർ ഇന്റലിജന്റ് ദാൻ മെൻ. ഇത് ട്രൂ ആണ്, ഫോൾസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും മെഷർ ചെയ്യാൻ പറ്റത്തില്ല. വുമൺ എന്ന് പറയും, വുമണിന്റെ ഇന്റലിജന്റ് മെന്നിനെക്കാളും കൂടുതലാണെന്ന് നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ജനറലി ഒരു ട്രൂ ഫാക്ടർ ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതല്ല, അതായത് യൂണിവേഴ്സലി ട്രൂ ആണ്, യൂണിവേഴ്സലി ഫോൾസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു സബ്ജക്റ്റീവ് സെന്റൻസ് ആണ്. ഇത് സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതിനാൽ തന്നെ ഇത് ട്രൂ അല്ല, ഫോൾസും അല്ല. അതുകൊണ്ട് തന്നെ ഇത് എന്തല്ല? ഇതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ അത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയാൻ പറ്റുന്ന സെന്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. An elephant weighs more than a human being. അല്ലെ, ആനയുടെ ഭാരം മനുഷ്യന്റെ ഭാരത്തെക്കാൾ കൂടുതലാണ്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു ട്രൂ സെന്റൻസ് ആണ്. ഒരു ട്രൂ സെന്റൻസ് ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ രണ്ടാമത്തെ സെന്റൻസ് എന്താ പറഞ്ഞിരിക്കുന്നത്? 2 + 2 = 4. ഒരു മാത്തമാറ്റിക്കൽ സെന്റൻസ് ആണ് അല്ലെ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 കൂടെ കൂട്ടുന്നത് 4 ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതൊരു ട്രൂ സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? അത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ എന്താ പറയുന്നത്? 2 + 2 = 5. 2 കൂടെ കൂട്ടുന്നത് 5 ആണ്. എന്താണ്? തെറ്റല്ലേ? 2 കൂടെ കൂട്ടിയത് 4 ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഇത് തെറ്റാണ്. തെറ്റാണെങ്കിൽ തന്നെ ഇതെന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം നമ്മുടെ പ്രൊപ്പോസിഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഒരു സെന്റൻസ് ഒന്നെങ്കിൽ യൂണിവേഴ്സലി ട്രൂ ആയിരിക്കണം, അല്ലെങ്കിൽ യൂണിവേഴ്സലി ഫോൾസ് ആയിരിക്കണം. ഈ സെന്റൻസ് 2 + 2 = 5 എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഫോൾസ് സെന്റൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫോൾസ് സെന്റൻസ് ആയതുകൊണ്ട് തന്നെ അതെന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ലാസ്റ്റ് എക്സാമ്പിൾ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. നമുക്കൊന്ന് ചെയ്തു നോക്കാം. x + y > 0 for x > 0 and y > 0 എന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സിനെയും വൈനെയും കൂടി കൂട്ടുമ്പോൾ 0-നേക്കാളും കൂടുതൽ കിട്ടും. ഇവിടെ എക്സിന്റെ വൈയുടെ റേഞ്ച് കൂടി പറഞ്ഞിട്ടുണ്ട്. x > 0 ആണ്, y > 0 ആണ്. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ 1 എന്ന് കൊടുക്കാം, വൈയുടെ വാല്യൂ 1 എന്ന് കൊടുക്കാം. 1 എന്ന് പറയുന്നത് 0-നേക്കാളും വലുതാണല്ലോ. അപ്പോൾ x + y എന്ന് പറയുന്നത് എന്തായിരിക്കും? x + y = 1 + 1 which equals 2. 2 എന്ന് പറയുന്നത് എന്താണ്? 0-നേക്കാളും വലുതാണ്. അപ്പോൾ x + y ചെയ്തപ്പോൾ നമുക്ക് 2 കിട്ടി. നമ്മൾ ഇട്ട് കൊടുത്ത വാല്യൂ അനുസരിച്ച് 2 കിട്ടി. 2 എന്ന് പറയുന്നത് 0-നേക്കാളും വലുതാണെന്ന് നമുക്കറിയാം. അപ്പോൾ എക്സിനും വൈക്കും 0-ക്കാളും കൂടുതൽ ഏത് വാല്യൂസ് ഇട്ട് കൊടുത്താലും ഈ സെന്റൻസ് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും അല്ലെ. അപ്പൊ ഇത് ട്രൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇപ്പോൾ x + y > 0 എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളെങ്കിൽ നമുക്കിതൊരു ട്രൂ ഓർ ഫോൾസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ പ്രത്യേകം എക്സിന്റെയും വൈയുടെയും വാല്യൂ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊരിക്കലും ട്രൂ ആണ്, ഫോൾസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ നമ്മുടെ എക്സാമ്പിൾ തന്നിരിക്കുന്നതിൽ എന്തായിരുന്നു? എക്സിന്റെയും വൈയുടെയും വാല്യൂ സ്പെസിഫൈ ചെയ്ത്
എക്സ് ഗ്രേറ്റർ ദാൻ 0 വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അത് ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റി. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ എക്സിന്റെയും വൈയുടെയും വാല്യൂ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ട്രൂ ആകാം, ഒന്നെങ്കിൽ ഇത് ട്രൂ ആകാം അല്ലെങ്കിൽ ഇത് ഫോൾസ് ആകാം. പക്ഷെ അതൊരു സ്റ്റേറ്റ്മെന്റ് ആകുമോ? ഇല്ല. കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് അത് ഒന്നെങ്കിൽ ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം. അപ്പം ഈ എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് മാത്രം പറഞ്ഞാൽ അത് എന്തല്ല, അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല അല്ലെങ്കിൽ അതൊരു പ്രൊപ്പോസിഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.